സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിന്റെ കയ്യിലുള്ളത് എത്ര വിലയേറിയതാണെന്നോ എത്ര ശക്തിയുള്ളതാണെന്നോ അതൊന്നും ദൈവത്തിന് വിഷയമുള്ളതല്ല. നിന്റെ കയ്യിൽ എന്താണുള്ളത്? ചില ആളുകളെ സംബന്ധിച്ച് ദൈവം നല്ല കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ചിലർ ഇതുപോലെ നല്ലതായിട്ട് കീബോർഡ് വായിക്കും, ചിലരാണെങ്കിൽ നന്നായിട്ട് തബല വായിക്കും. തബല വായിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എത്ര വേഗത്തിലാണ് അവരുടെ വിരലുകൾ ചലിപ്പിച്ച് വളരെ താളത്തോടെ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? നമുക്ക് ചെയ്യാൻ കഴിയുമോ? നമ്മൾ കൂടി വന്നാൽ കൈയടിക്കുമായിരിക്കും അല്ലേ? ചിലർ ഒരുപാട് കഷ്ടപ്പെടും, അധ്വാനിക്കും. അതും ഒരു ദൈവത്തിൻ്റെ വരമാണ്. വിയർപ്പ് ഒഴുകുമ്പോഴും ശരീരം ക്ഷീണിക്കുമ്പോഴും അവർ ആഗ്രഹിച്ചതായ പണി തീർക്കുന്നതുവരെ അവർ കഷ്ടപ്പെടും. കൂടുതലും കൃഷി ചെയ്യുന്ന ആളുകൾ, ഹാർഡ് വർക്ക് ചെയ്യുന്നതായ ആളുകൾ ഒരുപാട് അധ്വാനിക്കും. അധ്വാനശീലൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ മറ്റു ചില സുഖലോലുപതയിൽ ജീവിക്കുന്നവർ കേട്ടിട്ടില്ലേ? അതുപോലെ അടുത്തതെന്താണ്? ഓർഗനൈസ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടത്, പ്രയോറിറ്റി ഏതാണ് പ്രധാനം, ഏതാണ് അപ്രധാനം എന്നുള്ളത് വേർതിരിക്കാൻ ആവശ്യമായ ജ്ഞാനം ചിലർക്ക് ഉണ്ട്. ചിലരാണെങ്കിൽ എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി നോക്കും. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് പിന്നെ ചെയ്യേണ്ടത്? പരീക്ഷയിൽ പലരും പരാജയപ്പെടുന്നതിന് കാരണം അവർ നല്ലവണ്ണം പഠിക്കുമായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസിലും കുറച്ച് ക്വസ്റ്റ്യൻസ് അവർക്ക് അറിയില്ലായിരിക്കും. അവർ എന്തു ചെയ്യുമെന്നറിയാമോ? അറിയാത്ത ക്വസ്റ്റ്യനെ കുറിച്ച് ആലോചിച്ച് ഇരിക്കുമ്പോഴായിരിക്കും മണിയടിക്കുന്നത്. അറിയാവുന്ന ഉത്തരം അവർക്ക് എഴുതാൻ കഴിയില്ല, സമയം കിട്ടില്ല. ആദ്യം അറിയാവുന്നത് എഴുതണം, പിന്നീട് അറിയാത്തതിനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ആലോചന. ഇങ്ങനെയുള്ളതായ ഈ ജ്ഞാനം നമ്മുടെ ഇടയിൽ ചില ആളുകൾക്ക് കുപ്പയിലെ മാണിക്യത്തെ പോലെ. കുപ്പയിലെ മാണിക്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതറിയാൻ കഴിയില്ല, അതിൻ്റെ വില അറിയത്തില്ല. എന്നാൽ കുപ്പയിൽ കിടക്കുന്ന മാണിക്യത്തെ എടുത്തിട്ട് അത് ശുദ്ധിയാക്കി വെളിയിൽ കൊണ്ടുവരുമ്പോഴാണ്, അതിൻ്റെ തിളക്കം കാണുമ്പോഴാണ് വിലയറിയുന്നത്. അല്ലാതെ അത് അറിയാൻ കഴിയില്ല. ചില ആളുകൾക്ക് എന്നിൽ ഈ പ്രത്യേകതയുണ്ട്, എന്നിൽ ഈ താലന്ത് ഉണ്ട്, എന്നിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ താലന്ത് ഉണ്ട് എന്നുള്ള വിഷയം അറിയാതെ തന്നെ അവർ അതിനെ മൂടിവെക്കുകയാണ്. ചില ആളുകൾക്ക് അറിയാമെങ്കിലും ഒരു താലന്ത് കിട്ടിയവൻ എന്താണ് ചെയ്തത്? കുഴിച്ചിടാനിടയായി. കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ അത് മറച്ചു വെച്ചു എന്നല്ല പറയുന്നത്, അത് കുഴിച്ചിടുകയായിരുന്നു. എങ്ങനെയാണ്? മണ്ണ് മാറ്റി കുഴിച്ച് അതിനുശേഷം മൂടിക്കളഞ്ഞു. കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ അടക്കം ചെയ്തു. അടക്കം ചെയ്യുന്ന ആരെയാണ്? ജീവിച്ചിരിക്കുന്നവരെ, മരിച്ചവരെയാണോ? നോക്കൂ, ആരെയാണ് അടക്കം ചെയ്യുന്നത്? അതായത് ഇതെനിക്ക് വേണ്ട, ഞാനിത് ഉപയോഗിക്കില്ല. ഒരുപക്ഷെ ദൈവം വന്ന് ചോദിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെത് തിരികെ കൊടുത്തേക്കാം എന്ന രീതിയിൽ അനേകം ആളുകൾ ഈ കാലത്ത് അവരുടെ താലന്തുകളെ കുഴിച്ചിടുന്നുണ്ട്, ഇന്ന് ഉപയോഗിക്കുന്നില്ല, അവയെ മൂടിവെക്കുന്നു. ഈ ദിവസം നിന്റെ കയ്യിൽ എന്തുണ്ട്? ഞാൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം എന്ന് പറയുന്നതായ വ്യക്തിയുടെ കയ്യിൽ തീർച്ചയായിട്ടും ബൈബിൾ ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും അവന് വിശ്വാസമുണ്ടായിരിക്കണം, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണം. അതിനുശേഷം ഞാൻ എങ്ങനെ ഉപയോഗിക്കപ്പെടണം, എന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദൈവം ചോദിക്കും, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അജാനുബാഹുവായിരുന്ന ഗോലിയാത്തിനെ കൊല്ലുന്നതിന് വേണ്ടി ദൈവം ദാവീദിനെയാണ് ഉപയോഗിച്ചത്. ദാവീദിന്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്താണ്? അവന്റെ കയ്യിൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഒന്ന് 10 കമ്പിയുള്ള കിന്നരം, അടുത്തത് വെളിയിലേക്ക് പോകുമ്പോൾ ഒരു കവണയും. അതായത് കല്ല് വെച്ച് എയ്തുവിടുന്നതായ, 2 കമ്പുകൾക്കിടയിൽ വലിച്ചു കെട്ടിയതായ ഒരു വള്ളിയിൽ വെച്ച് എയ്തുവിടുന്നതായ ഒരു കവണ. ചെറിയ പക്ഷികളെ വേട്ടയാടുവാൻ ഉപയോഗിച്ചിരുന്നതായ കവണ. അതിനെ ദൈവം ഉപയോഗിക്കാനിടയായി. ശൗലിനെ ഭൂതം ബാധിച്ചു. മന്ത്രവാദികൾ വന്നു, ജ്ഞാനികൾ വന്നു, ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. വൈദ്യന്മാർ വന്നു, ഒരുപാട് പരിശ്രമം നടത്തി, പക്ഷെ പോകുന്നില്ല. എന്നാൽ ദാവീദ് കിന്നരവുമായിട്ട് വന്നു.
കിന്നരം വായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദുരാത്മാവ് ശൗലിനെ വിട്ടിട്ട് കടന്നുപോയി. ചിലർ ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് വേണ്ടി ഒച്ചയും ബഹളവുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഭൂതത്തെ പുറത്താക്കുവാൻ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ നീ ആരാധിച്ചാൽ നിന്റെ അടുക്കിലേക്ക് പിശാച് വരില്ല. ആർക്കെങ്കിലും ഭൂതം ബാധിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാമത് അവന് ഭയമാണ്, രണ്ടാമത് ദൈവത്തോട് അവന് കോപമുണ്ടെങ്കിൽ, ദൈവത്തോട് പിറുപിറുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിശാച് അവൻ്റെ മേൽ അധികാരം കാണിക്കാനിടയാകും. ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയെ പിശാചിന് തൊടാൻ കഴിയില്ല. നിന്റെ കയ്യിൽ എന്താണുള്ളത്? നിന്റെ കയ്യിൽ എന്തുണ്ട്? സൂചിയുണ്ട്. സൂചി കണ്ടിട്ടുള്ളവർ കൈ ഉയർത്താമോ? സൂചി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ സൂചി സൂക്ഷിച്ച് വച്ചിട്ടുണ്ടോ? അതോ ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്? വാങ്ങിക്കും, അത് കാണാതെ പോയി ഇവിടെ പോയെന്നറിയില്ല, പിന്നെയും വാങ്ങിക്കും, വീണ്ടും കാണാതെ പോവും, വീണ്ടും വാങ്ങും. അതോ ഉണ്ടോ? വീട്ടിലൊരു സൂചിയുണ്ടോ? വീട്ടിൽ ഒരു സൂചി, ഒരു കത്രിക, ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ, ഇവ വീട്ടിലുണ്ടെങ്കിൽ ഒരു പണി ചെയ്യുമ്പോൾ അത് ഉപയോഗപ്രദമാകും. അതുപോലെ ഒരു ചുറ്റിക, ശരിയല്ലേ? ഇവ ഉണ്ടെങ്കിലായിരിക്കും ആ പണി ചെയ്യുവാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ പണി ആയുധങ്ങളാണ്, എന്നാൽ ദൈവം അവയെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പലപ്പോഴും ചെറിയ പണിയായുധങ്ങളായിട്ട് ദൈവം പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സൂചി ഉപയോഗിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഡോർക്ക, മറ്റൊരു പേര് തബീഥ. എന്താണ്? ദോർക്ക സൂചി കൊണ്ട് വസ്ത്രങ്ങൾ തുന്നുമായിരുന്നു. അവൾ മരിച്ച സമയത്ത് ആ സഭയിലെ ആളുകളെല്ലാം കൂടെ വന്നിട്ട്, അയ്യോ, ദോർക്ക തയ്ച്ചു തന്ന തൂവാലയാണ്, ദോർക്ക തയ്ച്ചു തന്ന വസ്ത്രമാണിത് എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടി അവളെക്കുറിച്ച് പുകഴ്ത്തി പറയുവാനിടയായി. എന്നിട്ട് പറഞ്ഞു, പത്രോസിനെ വിളിക്കുക, ഇവളെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞ് പത്രോസ് വന്ന് ഉയർപ്പിക്കുന്നവരെ അവർ നിലവിളിച്ചു. അത്രത്തോളം സഭ അവളെ സ്നേഹിച്ചതായിട്ട് കാണാൻ കഴിയുന്നു. അവൾക്ക് ബന്ധുക്കളുണ്ടോ എന്ന് അറിയുവാൻ കഴിയില്ല, എന്നാൽ അത്രയും ആളുകൾ അവളെ സ്നേഹിക്കുവാനിടയായി. അതിനെ കർത്താവ് ഇടയാക്കിയത് എന്താണ്? അവൾ ഉപയോഗിച്ചത് എന്തായിരുന്നു? ഒരു സൂചി. ഞാനിങ്ങനെ വിചാരിക്കുന്നു, അവൾ ചർച്ചിലേക്ക് തന്നെ സൂചി കൊണ്ടുവന്ന് കാണും. നമ്മളാണെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരോരോ ലോകകാര്യങ്ങൾ പറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ അവളെന്തായിരിക്കും ചെയ്തത്? സഹോദരി അവിടെ നിൽക്കൂ, നോക്ക്, നിങ്ങളുടെ സാരി അല്പം കീറിയിരിക്കുന്നു, പേടിക്കണ്ട, എൻ്റെ കയ്യിൽ സൂചിയുണ്ട്, ഞാൻ തയ്ച്ചു തരാം എന്ന് പറഞ്ഞു കാണും. എന്നിട്ട് തയ്ക്കുന്നതായ സമയത്ത് ചോദിക്കും, പ്രാർത്ഥനയൊക്കെ എങ്ങനെ? നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എനിക്ക് പോകണം, നിൽക്ക്, ഇപ്പം തയ്ച്ചു തരാം. പിന്നെ മക്കളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ? അയ്യോ, എനിക്ക് പോകണ സമയമായി, നിൽക്ക്, 2 തയ്യൽ കൂടെയുള്ളൂ. അവൾ തയ്ച്ചുകൊണ്ട് എന്താണ് പറയുന്നത്? അപ്പോൾ യൗവനക്കാരനായ ഒരു ബ്രദർ അതിലെ പോവുകയാണ്. അപ്പോൾ, മോനെ, ഒരു നിമിഷം നിൽക്ക്, നിന്റെ ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിപ്പൊരിക്കും, ഞാൻ തയ്ച്ചു തരാം എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിനക്ക് തയ്ച്ചു തരാമെന്ന് പറയുന്നു. എന്നിട്ട്, മോനെ, മനസാന്തരപ്പെട്ടോ? അപ്പനെയും അമ്മയും അനുസരിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കാറുണ്ടോ? എന്താണ്? ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം കൊടുത്തു, ബലമില്ലാത്തവരെ ബലപ്പെടുത്തി. എന്താണ്? രക്ഷയുടെ മാർഗത്തിലേക്ക് അവരെ നടത്തുവാനിടയായി. അതുകൊണ്ട് അവളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന സൂചിയെപ്പോലും ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കർത്താവിലേക്ക് നടത്തുവാൻ കഴിയും. നിന്റെ കയ്യിൽ പണമൊന്നുമില്ല എങ്കിലും നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദൈവം ഉപയോഗിക്കും. ഒന്നുമില്ലെന്ന് മാത്രം പറയരുത്. അതുമാത്രം നിങ്ങൾ പറയരുത്. 5 അപ്പവും 2 മീനും അനുഗ്രഹിച്ചു കൊടുത്തപ്പോൾ ആദ്യം കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ശിഷ്യന്മാർ ആഹാരത്തിന്റെ കാര്യത്തിൽ കണക്കുകൂട്ടി ഒരു വലിയ തുക പറയാനിടയായി. കർത്താവ് പറഞ്ഞു, അതല്ല, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് പറയുക. അപ്പോൾ ഒരു ബാലൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന്. കൊണ്ടുവരിക. കർത്താവ് അതിനെ അനുഗ്രഹിച്ചപ്പോൾ എന്തു സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ തിന്നു തൃപ്തരായി. 12 കുട്ട അപ്പം ബാക്കി വരുവാനിടയായി. ഒരു വിധവ ഓടി വരാനിടയായി. എന്നിട്ട് എലീശ പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് കടം വരുത്തി വെച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോകാൻ പോകുന്നു, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ശരി സഹോദരി എന്ന് പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം രൂപ കൊടുത്ത് അയച്ചോ. എന്താണ് പറഞ്ഞത്? നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ ഭവനത്തിൽ എന്തുണ്ട്?
അയ്യോ ദേവദാസ, എൻ്റെ വീട്ടിൽ എന്തുണ്ടാകാൻ? ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കടം വീട്ടാൻ വിറ്റുകളഞ്ഞു. സ്വർണവും അതുപോലെ വെള്ളിപ്പാത്രങ്ങളും ചെമ്പും ഇരുമ്പും എല്ലാം വിറ്റുകളഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു മൺഭരണിയുണ്ട്. അതിൻ്റെ അടിയിൽ ഒരൽപ്പം എണ്ണ മാത്രമുണ്ട്. അതല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴെന്താണ് പറഞ്ഞത്? ശരി, അത് കൊണ്ടുവരിക. നിങ്ങളൊരു കാര്യം ചെയ്യുക, അയൽ ഭവനങ്ങളിൽ ചെന്നിട്ട് പാത്രങ്ങൾ കടം വാങ്ങുക, ആ എണ്ണ കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ ഒഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ, എന്തൊരു പ്രവാചകനാണ്! നിങ്ങൾക്കെന്താ വിവരമില്ലേ? ആകപ്പാടെ അല്പമേ എണ്ണയുള്ളൂ, അത് മറ്റു പാത്രങ്ങളിൽ ഒഴിക്കാൻ പറയുന്നു. എന്താണ്? ഞാൻ ഏതായാലും എനിക്ക് അബദ്ധം പറ്റി വന്നതാണ് എന്ന് പറഞ്ഞ് തിരികെ പോകാനിടയായോ? തിരികെ പോയില്ല. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. കടഭാരമെല്ലാം നീക്കുവാൻ ഇടയായി. കടമെല്ലാം തീർന്നതിന് ശേഷം വീണ്ടും ഒരുപാടെണ്ണ ബാക്കി വന്നു. തൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയായി കഴിയാനുള്ള സമൃദ്ധി ഉണ്ടായി. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദൈവം ഉപയോഗിക്കാനിടയാകും. നിന്റെ ആ എഴുത്തിനെ, നിന്റെ ആ ശബ്ദത്തെ, നിന്റെ ആ ജ്ഞാനത്തെ, നിന്റെ മനസ്സിനെ, നിനക്കെന്താണോ പ്രത്യേകതയുള്ളത് അത് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ദൈവം ഉപയോഗിക്കും. എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, എന്നെ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? എന്നെക്കൊണ്ട് നിനക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? കർത്താവിൻ്റെ കരത്തിൽ ഉപയോഗിക്കപ്പെടുവാൻ എനിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്ന് ഒരു നിമിഷം ചോദിക്കുക. കർത്താവേ, നിന്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി എന്നെയും നീ ഉപയോഗിക്കണമേ. എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല, എന്നാൽ എൻ്റെ ബലഹീനതകളെ ബലമായി മാറ്റുന്നതായ കർത്താവുണ്ട്. എൻ്റെ കയ്യിൽ ധനമോ വസ്തുവോ ഒന്നുമില്ല, എന്നാൽ നിന്റെ ജീവനുള്ളതായ വചനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്. നിന്റെ മഹത്വത്തെയും നിന്റെ ശക്തിയെയും ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. വായു തുറന്ന് പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥന ചെയ്യാം. പ്രാർത്ഥന. പരിശുദ്ധനെ, ഒരു നിമിഷം ഞങ്ങളെ നോക്കണമേ. എങ്ങനെ ഉപയോഗിക്കപ്പെടണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ, എന്നിൽ എന്ത് മഹത്വമാണ് ഉള്ളതെന്ന് അറിയാതെ നിരാശയോടെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കഴിവുകളല്ല, ഞങ്ങളുടെ ബലമല്ല, ഞങ്ങളുടെ സമർപ്പണമാണ് നിനക്ക് വേണ്ടതെന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി കരയറ്റുന്നു. ഇതാ ഞങ്ങളുടെ ജീവിതങ്ങൾ നിനക്കായി സമർപ്പിക്കുന്നു. നിന്റെ ഹിതപ്രകാരം ഞങ്ങളെ ഉപയോഗിക്കണമേ. നിന്റെ ഹിതമനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കണമേ. പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് വിചാരിച്ചു നടക്കുന്നു. അവൻ്റെ കയ്യിൽ ഞങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ ഇടയാകരുത്. അവൻ ഉപയോഗിച്ച് ഞങ്ങളുടെ ജീവിതം നാശമായി പോയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ശൂന്യമായിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ രോഗങ്ങൾ തന്നിട്ട് അവൻ ഞങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദുഷ്ടനായ പിശാചിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവിലേക്ക്, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന യേശുവിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നിന്റെ കരത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാം സഹായിക്കുമാറാകണമേ. ഇപ്പോൾ വരെ ഞങ്ങളുടെ കൂടെയിരുന്ന കർത്താവെ ബലപ്പെടുത്തണമേ. പിരിയുന്ന ഞങ്ങളോട് നിന്റെ സാന്നിധ്യം കൂടെയിരിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.
യേശുവേ 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 യേശുവേ